ഞാനിന്ന് നമ്മുടെ സാനിയ അയ്യപ്പൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ദ ക്യൂ സ്റ്റുഡിയോയിൽ. അപ്പോൾ അതിൽ ആങ്കർ കുറേ ക്വസ്റ്റ്യൻസ് സാനിയയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കൃത്യമായ മറുപടികൾ സാനിയ കൊടുക്കുന്നുണ്ട്. ലൈഫിലെ സിറ്റുവേഷൻസ്, അതേപോലെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവരൊരു ക്വസ്റ്റ്യൻ ഷൂട്ട് ചെയ്തത്. ഈ ഒന്ന് രണ്ട് ആളുകൾ നിന്ന് സാനിയയെ ഫോണ് വിളിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ കാണാനിടയായി. ആ വ്യക്തികളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഓക്കെ, അവരെ പോപ്പുലർ ആക്കാൻ താല്പര്യമില്ല. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിൻ്റെ ആൻസർ പറഞ്ഞ സമയത്ത് സാനിയ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട്. ആൻഡ് നമ്മളെപ്പോഴും പാരലൽ യൂണിവേഴ്സ്, വേറൊരു യൂണിവേഴ്സ്, ഇത് ഏത് യൂണിവേഴ്സ് എന്നൊക്കെ ചോദിക്കുന്ന വനിതാ വിനീത തിയേറ്റർ യൂണിവേഴ്സ്, ഓക്കെ. അപ്പോൾ ആറാട്ടണ്ണൻ, പെരേര, അങ്ങനെ കുറേ പേരുള്ള ഒരു യൂണിവേഴ്സ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സാനിയ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഞാനൊരു ഓൺലൈൻ ഇന്റർവ്യൂ കാണുമ്പോൾ ചോദിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്, ഞാൻ പേര് പറയുന്നല്ലോ അവരുടെ, കുറെ ആൾക്കാർ ചേർന്ന് നിന്നിട്ട് കുറെ നടിമാരുടെ ഫോണിലേക്ക് വിളിക്കാം. പേര് ഞാൻ പറയണ്ട, പേര് പറയണ്ട. അപ്പൊ ഈ കുറെ നടിമാരുടെ ഫോണിലേക്ക് വിളിക്കുന്നു, അവരെടുത്തു കഴിഞ്ഞാൽ കാര്യം പറയുന്നു. ഒരു സാനിയെ അവര് വിളിക്കുന്നുണ്ട്. സാനിയെ വിളിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിൽ ഒരാളെ ഞാൻ അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് സാനിയെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് എന്റെ ഫ്രണ്ടിന്റെ കഴിഞ്ഞ ദിവസത്തെ പടത്തിന്റെ റിലീസ് ആയിരുന്നു. ഞാൻ അവന്റെ അടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഇഷാൻ മാക്കോ പടത്തിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇഷാന്റെ അടുത്ത് പറഞ്ഞു, നീ എന്താ എന്നെ വിളിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ തന്നെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിരിക്കണം, നീ വരണമെങ്കിൽ രാവിലെ 9 ഐ വിൽ ബി ദേർ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തു. അപ്പൊ ഞാൻ അബുദാബിന്ന് വരുന്ന, അബുദാബിന്നല്ല, എവിടുന്ന് വരുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എവിടെയാ, അപ്പൊ വനിതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ പിന്നെ പോയി സിനിമ കണ്ടോളാം. ബിക്കോസ് ദാറ്റ് പ്ലേസ് ഹാസ് ബിക്കം ഫാൻസി ഷോ, എന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ, ഫാൻസി എന്താ പറയണ്ടെന്ന് അറിയില്ല. പേടിയാ അവിടെ പോവാൻ. ബിക്കോസ് ഈ കോപ്രാസ് എന്തൊക്കെയാ അവിടെ കിടന്നു. അത് ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീഡിയ മനഃപൂർവ്വം എന്തുകൊണ്ട് ഈ ഈ സമയത്ത് പാവം തോന്നും. സാധുക്കളൊന്നും മനസ്സിലാക്കിയിട്ട് മീഡിയ കണ്ടന്റിന് വേണ്ടിട്ട് ഇതിനുള്ള കോമാളിത്തരങ്ങൾ കാട്ടുകയാണല്ലോ. ചില സമയത്ത് വിഷമം തോന്നും, പാവങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം സോ ഇറിറ്റേറ്റിംഗ് ഓൾസോ. അതായത് പേഴ്സണൽ നമ്പർ എടുത്തിട്ട് ഫോണിലേക്ക് വിളിക്കാന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ്സിൽ ഞാൻ സാനിയെ വിളിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ എനിക്കത് കാണാൻ ത്രാണിയില്ല, ഞാനത് ആക്ച്വലി ഡാൻസ് നിർത്തും എന്ന് പറയുന്നതിന്റെ താളുകളെല്ലാം വന്നിട്ട് സാനിയെ കൊറേ പേര് മെൻഷൻ ചെയ്തിട്ട് തമാശക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാനൊരു ആ സമയത്ത് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. കൊറേ ആക്ടേഴ്സിനെ ടാഗ് ചെയ്യും. അപ്പൊ ഞാൻ അപ്പോഴേ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവ ഞാൻ പറഞ്ഞ നിർത്തും ഒരിക്കലുമില്ല. ബട്ട് അന്ന് ഞാനത് കമന്റ് ചെയ്തു. അപ്പൊ തന്നെ എന്തോ jealous, some video and my other friends send me back like saying സാനി വിചാരിച്ചു ഞാൻ നിർത്തും, എന്നെ ജലസാണ്, എന്തൊക്കെയോ പാവം. ഓക്കെ, അപ്പോൾ ഇവിടെ സാനിയ പറഞ്ഞ കാര്യം ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കമന്റ് ബോക്സിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമേൻ്റെ റിലീസ്, അതും വനിതാ തിയേറ്ററിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കമന്റ് ബോക്സിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എത്രത്തോളം ആളുകൾ എൻജോയ് ചെയ്യുന്നവരുണ്ട്, ഇറിറ്റേറ്റിംഗ് ആണെന്ന് ഫീൽ ചെയ്യുന്നവരുണ്ട്, ഹെയ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഇപ്പോൾ ആറാട്ടണ്ണനാണെങ്കിലും പെരേരയാണെങ്കിലും പിന്നെ വന്നു പോകുന്ന ഒരുപാട് ആളുകൾ, ഓക്കെ, ഓരോ അണ്ണന്മാർ ഓരോ റിലീസിന് എന്താണെങ്കിലും അവിടെ ഉണ്ടാവുന്നുണ്ട്. പുതിയ ആളുകൾ വരുന്നുണ്ട്. കയ്യാങ്കളി വരെ നടന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി ചീത്തവിളി നടക്കുന്നുണ്ട്. പല രീതിയിലാണ് ആ യൂണിവേഴ്സിൽ കാര്യങ്ങൾ ഡീലാക്കി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സാനിയ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സാനിയയുടെ ക്യാരക്ടറും അല്ലെങ്കിൽ സാനിയ എന്ന് പറഞ്ഞ വ്യക്തിക്കും പേഴ്സണലി അതൊരു ഇറിറ്റേറ്റിംഗ് സ്പേസ് ആയിട്ടും, അല്ലെങ്കിൽ ഇതെന്താ അവിടെ അങ്ങനെ എന്നുള്ളൊരു ഫീലിംഗ് വരുത്തി തീർത്തത് ഇവിടുത്തെ സിനിമാക്കാർ തന്നെയാണ്. ഓക്കെ, കാരണം സിനിമാക്കാർക്ക് മലയാള സിനിമയുടെ കൾച്ചറിൽ ഒരിക്കലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ ഇത്രത്തോളം എന്താ പറയുക, ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോൻ്റെ സമയത്ത് എൻഗേജ്ഡ് ആവുന്ന ഒരു സംഗതി ഒരൊറ്റ തിയേറ്റർ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് ഉണ്ടാവില്ല. ഇതൊരു പുതിയ സാധനമാണ്. അതായത് മീഡിയക്കാരിപ്പോൾ
ആറാട്ടണ്ണൻ മുതൽ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. കാരണം ആറാട്ടണ്ണൻ ആ അണ്ണൻ സാധനം കയറി വന്നത് ആറാട്ടണ്ണൻ മുതലാണ്. പക്ഷെ അതിന് മുമ്പും തിയേറ്ററിൽ എന്തുണ്ട്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒപ്പീനിയൻ എടുക്കുന്ന ചാനലുകൾ ഇവിടെ വളരെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്പർ കുറവായിരുന്നു. ഇപ്പം ചാനലുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമാക്കാർക്ക് ഇതൊരു ബിസിനസ്സായി തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സാനിയ ചിലപ്പോൾ അവരെ ഈ കോമാളിത്തരം കാണിക്കുന്നവർ കോമാളിത്തരമാണ്, ഇല്ല അത് അവർക്കും അറിയാം. ഓക്കെ, ഈ പറഞ്ഞ എല്ലാ അണ്ണന്മാർക്കും അറിയാം കോമാളിത്തരമാണെന്നുള്ളത്. അവരിത് എന്തിനു ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യമായിരിക്കും. ഒന്ന് സിനിമയിൽ കയറാനോ അല്ലെങ്കിൽ സിനിമയിൽ ഇനി ചാൻസ് കിട്ടുമോ ഇല്ല എന്നുള്ള വലിയ പിടുത്തൊന്നുമില്ല. അപ്പോൾ സിനിമയിലൊരു ഫെയിം അതെന്തായാലും കിട്ടുന്നില്ല, സിനിമയിലൊരു ചാൻസ് എന്തായാലും കിട്ടുന്നില്ല. സോ സോഷ്യൽ മീഡിയയിലെങ്കിലും ഫെയിം ആവട്ടെ, സോഷ്യൽ മീഡിയയിൽ ഒത്താൾ അറിയട്ടെ, വൈറൽ ആ ഒരു എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. സിനിമാകാർ തന്നെ പൈസ കൊടുത്ത് ഇറക്കുന്നവരും ഉണ്ട്. ഓക്കെ, ആ നമ്പറാണ് ഇപ്പോൾ കൂടുതലും. ഓക്കെ, വൈറലാവാൻ വേണ്ടി വന്ന് കരുതി കൂട്ടി ചെയ്യുന്ന ആളുകളെ അത്യാവശ്യം നാട്ടുകാർക്ക് കണ്ടാൽ മനസ്സിലാവുന്നൊരു സ്ഥിതിയുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പെരേര, ആറാട്ടണ്ണൻ, അങ്ങനത്തെ കുറച്ച് കിംബോയ്, അങ്ങനത്തെ കുറച്ച് സ്കീമിനകത്ത് നിന്നു. അത് കഴിഞ്ഞ് വന്ന എല്ലാ അണ്ണന്മാരെയും അല്ലെങ്കിൽ മനഃപൂർവ്വം കാണിക്കാൻ വന്നവരെയൊക്കെ ആളുകൾക്ക് മനസ്സിലായത് മനഃപൂർവ്വം വരുന്നതാണെന്നുള്ളത്. ഈ സിനിമാക്കാർ ഇറക്കുന്നത് വേറെ ഒരു സൈഡിൽ കൂടി, അതും ഈ പറഞ്ഞ പോലെ ഏതാണോ സിനിമ റിലീസാവുന്നത് അതിലെ മെയിൻ ആക്ടർ ഓർ ആക്ട്രസ് അതുപോലെയൊക്കെ ഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീം പിടിച്ചിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് വരും. ഇവർ ഈ ഫാൻസി ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത് ജയിക്കുന്നത് ഇവിടുത്തെ സിനിമയുടെ PR ടീമുകളാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും പറഞ്ഞു വരുന്നത് ഇതാണ്. അതായത് ഈ പറഞ്ഞ തിയേറ്ററിൽ നമ്പർ ഓഫ് ഓൺലൈൻ മീഡിയാസിൻ്റെ എണ്ണം കൂടി, പ്രൊമോഷൻ്റെ ഒരു നെക്സ്റ്റ് ഫേസ് ഉണ്ട്. ആ നെക്സ്റ്റ് ഫേസിലേക്ക് വനിതാ വിനീത തിയേറ്റർ മാറുന്നു. കാരണം ഇപ്പോൾ ഒരു പടം ഇറക്കുമ്പോൾ വനിതാ വിനീതയിൽ ഈ വരുന്ന അണ്ണന്മാരെ ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് ഫാൻസി ഡ്രസ്സിന് വിട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്ന പോലെ കണ്ട് വിട്ട് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ഭയങ്കരമായിട്ട് എന്ത് കിട്ടി? വ്യൂവർഷിപ്പ് കിട്ടി. ഏതാ സിനിമ എന്നുള്ളത് 10 പേര് ഇറങ്ങും. സിനിമ നല്ലതോ ചീത്തയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറല്ല. സിനിമയുടെ ഒരു പ്രൊമോഷനുമായിട്ടൊരു നടൻ പോയിട്ടൊരു 10 ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നടൻ്റെ ഒരു ബേസിക് ഒരു കുഞ്ചാക്ക ബോബൻ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് സിനിമ ചെയ്യുന്നവരെയാട്ടെ ഞാൻ പറയുന്നത്. ഈ ഫഹദ് ഫാസിൽ, ടൊവിനോ അങ്ങനത്തെ അല്ല ഞാൻ പറയുന്നത്. ഈവൻ ഫഹദ് ഫാസിൽ, ടൊവിനോ ആണെങ്കിൽ പോലും ഞാൻ വീണ്ടും പറയുമ്പോൾ ഞാൻ ധൈര്യത്തിൽ പറയാം, ഇവൻ ലാലേട്ടൻ, മമ്മൂക്ക ആണെങ്കിൽ പോലും കിട്ടുന്നതിൻ്റെ ഒരു ഓൾമോസ്റ്റ് വ്യൂവർഷിപ്പ് ഇവരുടെ ഈ പറഞ്ഞ നിങ്ങൾ ഈ വിളിക്കുന്ന കോമാളിത്തരം അല്ലെങ്കിൽ നിങ്ങൾ ഈ വിളിക്കുന്ന ഫാൻസി ഡ്രസ്സിന് ഇവിടെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് കിട്ടും. ഇപ്പോൾ അവർ ബേസിക്കലി പോയിരുന്ന ഇൻ്റർവ്യൂ കൊടുക്കുന്നത് എന്തിനാണ്? പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ഇവർ ഈ കോമാളിത്തരം അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഫാൻസി ഡ്രസ്സ് കാണിക്കുന്നതും പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിലൂടെ അവർക്ക് വൈറലാകാൻ വേണ്ടിയിട്ടാണ്. പടത്തിൻ്റെ പ്രൊമോഷൻ നടക്കും, ഇവർക്ക് വൈറലും ആവും. അപ്പം ഇത് എന്താ പറയുക, ഈ മലയാള സിനിമയുടെ ഒരു PR-ൻ്റെ ഒരു ഫേസ്, ഒരു പ്രൊമോഷൻ്റെ ഫേസ് ആക്കിയിട്ട് സിനിമാക്കാർ തന്നെ മാറ്റുന്നതാണ് ഈ വനിതാ വിനീതയിലെ ഈ കാണുന്ന ഗിമിക്കുകളെല്ലാം. ഓക്കെ, പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യമാണ് നമുക്ക് പോകണോ വേണ്ടതുള്ളത്. പോയി കഴിഞ്ഞാൽ ഇത് കാണാനും അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ക്രിഞ്ച് അടിക്കുന്നതുമായിട്ടുള്ള ആളുകൾ ഇപ്പോൾ സാനിയെ പോലുള്ളവർക്ക് മാറി നിൽക്കാം, ഫൈൻ. പിന്നെ മീഡിയാസ് അവർ ഡെഫിനറ്റ്ലി ഫീഡ് ചെയ്യൂടെ. കാരണം അവർ വരുന്നത് എന്തിനാണ്? ഇപ്പോൾ ഇതിൽ പല ആളുകളും, ഇപ്പോൾ ആറാട്ടണ്ണനാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി പറഞ്ഞ അണ്ണന്മാർ അല്ലെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മീഡിയയ്ക്ക് കൃത്യമായിട്ട് അവർക്കറിയാം. മീഡിയ കയ്യിൽ ഉള്ള ആളുകൾക്ക്, മീഡിയ ചാനലുകൾക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള വഴി അറിയാം. പ്രൊമോഷനായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില അണ്ണന്മാർക്കൊന്നും ഇപ്പോഴും പൈസയൊന്നും കിട്ടുന്നില്ല. ടിക്കറ്റ് കിട്ടും, പബ്സും ചായയും വരെ വേറെയുള്ള ആളുകൾ മേടിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ആറാട്ടണ്ണൻ്റെ കേസിലൊക്കെ എനിക്കറിയാം, അങ്ങനെ അധികവും സ്വന്തം കാശിനാണ് പടം കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ചില അണ്ണന്മാർ ഫ്രീ ആയിട്ട് സിനിമാക്കാർ കൊടുക്കുന്ന ടിക്കറ്റിൽ കയറി കാണും, പിന്നെ അവർ ഇറങ്ങി വരും, പിന്നെ അവർക്ക് പറയാനുള്ള മാസ്റ്റർ പീസ് സാധനങ്ങൾ അവർ അടിച്ചിട്ട് പോകും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ക്രിഞ്ച് ഫേസ് അല്ലെങ്കിൽ ഈ കാണുന്ന ഇതെന്താ ഇങ്ങനെ വനിതാ തിയേറ്റർ എന്നുള്ള ഫേസിലേക്ക് ഇപ്പോൾ ഈ വനിതാ തിയേറ്ററിനെ മാറ്റിയത്, വനിതാ വിനീതയുടെ ആ ഒരു വേൾഡ് മാറ്റാനുള്ളതും അല്ലെങ്കിൽ മാറി വന്നതിന് മെയിൻ റീസൺ ഇവിടുത്തെ സിനിമാക്കാർ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനിയിപ്പോൾ ലാലേട്ടനും മമ്മൂട്ടിയും തന്നെ അവിടെ ഇനി റിലീസിന് വരാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും വന്നുകൊണ്ട് അവരുടെ സിനിമയുടെ മെയിൻ റിലീസാണെന്നുണ്ടെങ്കിൽ ആദ്യം ഓടി വരുന്നത് വനിതാ വിനീതയ്ക്കാണ്. കാരണം അവിടെ നിന്ന് കിട്ടുന്നൊരു വിസിബിലിറ്റി ആ സിനിമയ്ക്ക് ഭയങ്കരമാണ്. മനസ്സിലായില്ല? അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, വ്യൂവർഷിപ്പ് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സാധനം ഇതിനകത്തുണ്ട്, അത് സിനിമാക്കാർക്ക് ഉപയോഗിക്കണം. സോ അതൊക്കെയാണ് ഈ വനിതാ വിനീത യൂണിവേഴ്സുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ളത്. പിന്നെ ഈ വനിതാ വിനീതേൻ്റെ ഒരു ഡേഞ്ചർ ഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയാണ്,
ഒരുപാട് പൈസ മുടക്കി ആളുകൾ എടുക്കുന്നൊരു എഫേർട്ട് ആൻഡ് അവരുടെ എല്ലാമാണ്. ഓക്കെ, അവരുടെ ടൈം, അവരുടെ പൈസ, അവരുടെ എഫേർട്ട് എല്ലാമാണ്. ഇപ്പം ഞാനാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ പുറത്തുനിന്ന് പടം കാണുന്നു, നമ്മൾ വരുന്നു, നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്നോ എവിടെയെങ്കിലും നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ പറയുന്നു, പോകുന്നു. അപ്പോൾ ഈ സിനിമാക്കാർ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് തുറന്നു പറയും, ഇഷ്ടപ്പെട്ടത് അതും പറയും. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കി ടൈമൊക്കെ ഇതാക്കി ഒരു സിനിമ എടുത്തിട്ട് അത് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തൊരവസ്ഥ വരുമ്പോൾ ഈ പറഞ്ഞ സിനിമേൻ്റെ ടീം പോകുന്നൊരു വളരെ വൃത്തികെട്ടൊരു ഫേസ് ഉണ്ട്. അവർക്ക് ഭയങ്കര അറിയാലോ, നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയൊരു സാധനം ആളുകൾക്ക് ഇഷ്ടമായില്ല എന്നറിയുമ്പോൾ പൊതുവേ നമുക്കൊരു ദേഷ്യം അല്ലെങ്കിൽ ഒരു സങ്കടമൊക്കെ വരും. അതിങ്ങനെ നമ്മൾ കുറച്ച് ദൂരത്തിരുന്ന് വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഫോൺ വിളിച്ച് ത്രട്ടൻ ചെയ്യാം, ചിലപ്പോൾ നമ്മളെ തെറി വിളിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ഇത് എഫക്റ്റ് ആവും. പക്ഷേ വനിതാ വിനീതയിൽ ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ, നിയർ ഫ്യൂച്ചറിൽ ചിലപ്പോൾ വരാൻ കാണുന്നത് എന്താ വെച്ചെങ്കിൽ ഇപ്പം നമ്മളെ പോലത്തെ അങ്ങനത്തെ അന്തം ഫാൻസ് ചിലർക്ക് ഇപ്പോഴും ഉണ്ട്, ചില അന്തം ഫാൻസ് പ്രൊവോക്ഡ് ആവുകയും ചെയ്യും. പക്ഷേ വനിതാ വിനീതയിൽ മേ ബി ഇനി നമ്മൾ കാണുന്നത് എന്തായിരിക്കും അറിയാം, ഈ പ്രൊമോഷൻ്റെ ഒരു അടുത്ത സ്റ്റേജോ അല്ലെങ്കിൽ കൈവിട്ട് പോകുന്നൊരവസ്ഥയോ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഒരു സിനിമ ഇറങ്ങിയിട്ട് എക്സ്പെക്റ്റേഷൻ അത്ര വരാത്തൊരവസ്ഥയിൽ ഇവരാരെങ്കിലും കയറിയിട്ട് പോരാ അല്ലെങ്കിൽ മോശമാണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ചെറിയ അടിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, മണ്ണടികളും പ്രശ്നങ്ങളും കാണേണ്ട ഒരവസ്ഥ നമുക്ക് വരേണ്ടി വരും. സോ അതൊന്നും വരാതിരിക്കട്ടെ. സാനിയ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കോമാളിത്തരമാണ്, അല്ലെങ്കിൽ ഫാൻസി ഡ്രസ്സാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള സംസാരം പറയുന്നവർ തന്നെയാണ് മെജോറിറ്റി. പക്ഷേ ഈ മെജോറിറ്റി ആളുകളും ഈ വീഡിയോസൊക്കെ കണ്ട് ഈ കാണുന്നത് തന്നെ അവർക്കൊരു എന്താണ് എൻകറേജ്മെൻ്റ് ആണ്. അതിലൂടെ പേരുകൾ വരും, അതിലൂടെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് അതിൽ നിന്ന് കിട്ടുന്നൊരു വൈറൽ എലമെൻറ്റ് അവർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് അത് മതി. ഈ പല അണ്ണന്മാർക്കും അത് മതി. അപ്പോൾ പിന്നെ മാറി നിൽക്കേണ്ടവർക്ക് മാറി നിൽക്കും. അപ്പോൾ സാനിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സാനിക്ക് അത് ഡൈജസ്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സാനി അത് പറഞ്ഞു, സാനിയെ മാറി നിൽക്കുന്നു. സാനി അവിടെ പോയില്ല എന്നാണ് പറഞ്ഞത്. പലരും ഞാൻ കണ്ടു കമൻറ്റ് ബോക്സിനകത്ത്, പലരും നല്ല കുറച്ച് പേരൊക്കെ സാനിയനെ നീ എന്താ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ പറയുന്നുണ്ട്. ഇതാ പൊതുവെ ആ യൂണിവേഴ്സ് ഇപ്പോൾ ക്രിയേറ്റ് ആയതും അല്ലെങ്കിൽ ക്രിയേറ്റ് ആയത് കൊണ്ട് നടക്കുന്നതുമായിട്ടുള്ള ആളുകൾ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഇവർ മാറി നിന്ന് ഫോൺ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ പലർക്കും മെസ്സേജ് അയക്കുന്നത്, പലരെയും അപ്രോച്ച് ചെയ്യുന്നത്, ഇപ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ നടനെയോ നടിയോ പലരും അപ്രോച്ച് ചെയ്യുന്നത്, അവരോട് സംസാരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മീഡിയയ്ക്ക് ഒരു ബാഡ് ഫേസ് ഉണ്ട്. ഇവിടുത്തെ ഈ പറഞ്ഞ ചാനലിൻ്റെ ആളുകൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട് അറിയോ, ഇവർ പുഷ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് വിളിക്കുക, നിങ്ങൾ ആ അണ്ണ അപ്പുറത്തെ ഒരാളുടെ അടുത്ത് പോകും, ഈ അണ്ണൻ ഇപ്പുറത്തെ ആളുടെ അടുത്ത് പോകും, ആ അണ്ണനെക്കുറിച്ച് അയാൾ ഇത് പറഞ്ഞു, ഈ അണ്ണനെക്കുറിച്ച് ഇത് പറഞ്ഞു. അങ്ങനെ അവർക്കൊരു കോണ്ടന്റ് കിട്ടാൻ, സിനിമയേക്കാൾ ഉപരി അവർക്ക് വേറൊരു സോഷ്യൽ മീഡിയ വൈറൽ കോണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ ചുമ്മാ ഇളക്കി വിടും, മോട്ടറാക്കി വിടുന്നൊരു പരിപാടിയുണ്ട്. ആ മോട്ടറിങ്ങിൽ പോയി ചാടിയിട്ട് ഇവർ കാണിക്കുന്നതാണ്. ഇപ്പോൾ 4 ആൾ കൂടി വയ്ക്കുമ്പോൾ ഒരെണ്ണൻ ഫോൺ എടുക്കുന്നു, ഒരു ആക്ട്രസിനെ വിളിക്കുന്നു, മറ്റേ എണ്ണൻ വേറൊരു ആക്ടറെ വിളിക്കുന്നു, അങ്ങനത്തെയൊക്കെ പരിപാടി. ഓക്കെ, അതൊക്കെ അതിൽ പോയി വീഴുക അല്ലെങ്കിൽ വീഴാതിരിക്കുകയൊക്കെ ആ പറഞ്ഞ അണ്ണന്മാരുടെ പരിപാടി. അത് അവർ എന്താ കാണുന്നതെന്ന് വെച്ചെങ്കിൽ ഈ മീഡിയ ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വൈറലാവും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് വൈറലാവാൻ ഇതേ വഴിയുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് ചെയ്യുക എന്നുള്ള രീതിയിൽ അവർ ചെയ്യും. അതിൽ പാവവും തോന്നാം അവരോട്, ഇല്ലെങ്കിൽ അവരുടെ ബുദ്ധിയായിട്ടും നമുക്കത് എടുക്കാം. നമുക്കത് ഏത് രീതിയിലും ആ സാധനം വേണമെങ്കിൽ അടി കിട്ടിയ ബുദ്ധി, ഈ പറഞ്ഞ അതിബുദ്ധി കാണിച്ചുകൊണ്ടുള്ള അടി കിട്ടലായിരിക്കാം, കേസ് വന്നാൽ അങ്ങനെയായിരിക്കാം. അങ്ങനെയൊക്കെയാണ് ആ യൂണിവേഴ്സ് പോകുന്നത്. ഓക്കെ, ബട്ട് ആ യൂണിവേഴ്സ് ഈസ് ഇന്നെവിറ്റബിൾ നൗ. ആ യൂണിവേഴ്സ് എക്സിസ്റ്റിംഗ് ആണ്. അതൊട്ടും കണ്ടില്ല, ഇഗ്നോർ ചെയ്തിട്ട് ആർക്കും പോകാനും പറ്റുന്നില്ല. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ ഇവിടുത്തെ ഒരു മെജോറിറ്റി സിനിമാക്കാരും ആ യൂണിവേഴ്സിൽ പോയി നിൽക്കുന്നുണ്ട്, അവരെ ആവശ്യങ്ങൾക്ക് അവരെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി, അതിൻ്റെ ഒരു സത്യം. എന്താണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ എന്താ പറയുക സാനിയ വന്ന് പറഞ്ഞ സമയത്ത് ആറാട്ടെണ്ണം ഇതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. സാനിയെ ഇപ്പം പറയുന്നത് വനിതാ തിയേറ്ററിൽ ഫാൻസി ഡ്രസ്സാണ്. അപ്പം നിങ്ങൾ കാണിക്കുന്നത് എന്താണ്? ബിക്കിനി, ഫോട്ടോഷൂട്ട്, ഇതൊന്നും ഫാൻസി ഡ്രസ്സല്ലേ? ഇവിടുത്തെ വനിതാ തിയേറ്ററിൽ വരുന്ന ആൾക്കാർ മാന്യമായി ഡ്രസ് ഇട്ടല്ലേ വരുന്ന, നിങ്ങളെ പോലെ ബിക്കിനി ഒന്നല്ലോ ഇടുന്ന. ഞങ്ങൾ എന്താ തെറ്റ് ചെയ്യുന്നു? ഇത് ആറാട്ടെണ്ണന് ആ സമയത്ത് ദേഷ്യം വന്നുകൊണ്ട്, അതായത് ആറാട്ടെണ്ണൻ ഇൻവോൾവ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സ്, അതിൽ ഒരാൾ കുറ്റം പറഞ്ഞപ്പോൾ വന്ന ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ് അണ്ണൻ നോക്കണ്ട, അണ്ണൻ നാളെ വന്നിട്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല, സാനിയ അടിപൊളി കുട്ടിയാണ്, ക്യൂട്ടാണെന്ന് പറയും. അണ്ണൻ അങ്ങനെയാണ്. ഇനി അലൻ ജോസ് പെരേര AJP സൂപ്പർ കടമണി ഷൂട്ടിംഗ് കാണാൻ പോയതാ. ആരുണ്ടായിരുന്നു നായിക? നമ്മുടെ സാനിയ ബാബു. ഇവരൊക്കെ കണ്ട് പഠിക്കണം. സാനിയ അയ്യപ്പൻ
കാരണം എന്നിട്ട് എന്തിപ്പോ ഒരു ഭവ്യത, എന്തൊരു അനുസരണ, എന്തൊരു ശാന്തത, നല്ലൊരു സ്വഭാവം. കാരണം എല്ലാവരും മനുഷ്യന്മാരല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു റിപ്ലൈ. സാനി അയ്യപ്പന് ഇവർക്കും പറ്റില്ല, സാനി അയ്യപ്പന് ഇവരെയും പറ്റില്ല. അതുകൊണ്ട് പിന്നെ അത് ഈവണായി പോയി ആ സംഗതി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു യൂണിവേഴ്സിനെ ഒട്ടും കുറച്ചിട്ട് ഞാൻ കാണൂല. ഫൈൻ, ബിക്കോസ് ആ യൂണിവേഴ്സിനെ ഞാൻ കുറച്ച് കാണാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സിനിമാക്കാരത് യൂസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. പല സിനിമകൾക്കും ആ യൂണിവേഴ്സ് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഫൈൻ, വ്യൂവർഷിപ്പ് വഴി ഒരു വിസിബിലിറ്റി. ഞാൻ പറയുന്നത് ആ യൂണിവേഴ്സിലെ ആളുകളുടെ റിവ്യൂ കണ്ടിട്ട് തിയേറ്ററിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു എന്നുള്ളതല്ല. പക്ഷേ ഒരു പടമുണ്ട്, ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള സംഗതി ആളുകളിലേക്ക് എത്തിക്കുന്ന കൂട്ടത്തിലുള്ള പ്രൊമോഷൻസിൽ ഇതിനൊരു മേജർ പങ്കുണ്ട്. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സിനിമ ജീവിതമായിട്ട് കാണുന്ന, അതിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് താല്പര്യമുള്ള ആളുകൾ പലരും പകുതി വഴിക്കുന്ന എന്ത് നടക്കും നടക്കില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ലേശം എന്താ പറയുക, കുറച്ച് കൂടുതൽ തൊലിക്കെട്ടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വനിതാ വിനീത ഓപ്റ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് സിനിമാക്കാർ പറയുന്ന പോലെ ഡ്രസ്സ് ചെയ്യും, ഡാൻസ് കളിക്കും, പാട്ട് പാടും, പലതും ചെയ്യും. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായാൽ മതി എന്നുള്ളൊരു ഓപ്ഷനാണ്. സിനിമ ഇല്ലെങ്കിൽ വാട്ട്സ് നെക്സ്റ്റ്, അപ്പോൾ അതവർ ചെയ്യുന്നു. ചിലപ്പോൾ അതവരൊരു തൊഴിലായിട്ട് കണ്ടിട്ട് ചെയ്യുന്നതാവും, കാശ് മേടിച്ചിട്ട് ചെയ്യുന്നവരെ. എന്താണെങ്കിലും സിനിമാക്കാർ ഇവരൊക്കെ നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. സിനിമയ്ക്ക് അകത്തുള്ള ആളുകൾക്ക് ചിലർക്ക് ഇത് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കുറ്റം പറയുന്ന പോലെ തന്നെ ഇവരെ യൂസ് ചെയ്യുന്ന സിനിമാക്കാരെ നിങ്ങൾ കുറ്റം പറയണം. ആൻഡ് ഡെഫിനറ്റ്ലി മീഡിയ.